അച്ചു, എന്തോ ഇത് കേട്ടിട്ടുണ്ടോ? എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കണേ. ഓക്കെ. ശ്രാന്തമമ്പരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം ദാന്തമാരബ്ധ ക്ലേശ രോമന്ധം മമ സ്വാന്തം ദൃപ്തസാഗര ഭവദ്രൂപ ദർശനാൽ അർത്ഥസൂക്തമെൻ ആത്മാവന്തർലോചനം തുറക്കുന്നു. എന്തു തോന്നുന്നു? എനിക്കതില് തുറക്കുന്നു മാത്രം മനസ്സിലായി. വേറൊന്നും എനിക്ക് ഞാൻ ഇവിടെ നിന്നും മലയാളം തന്നെയാണോ പറയണേ? ഇതൊരു സിനിമാ പാട്ടാണ്. ഇതോ? യാ, ക്യാൻ യു ബിലീവ് ഇറ്റ്? ലിറിക്സ് ആണോ ഇപ്പൊ പാടിയേ? മഹാകവി ജി ശങ്കർ കുറുപ്പ് അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് അത് സിനിമയിലോട്ട് എടുത്തത്. ഓ, അത് ശരി. പക്ഷെ ഞാനിപ്പോ പറയാൻ വരുന്നതല്ല. ഒരു മഹാകവിയുടെ ഒരു ഗ്രേറ്റ്നെസ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം എഴുതാൻ പറ്റും, അതേസമയം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റും. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പൂവുകൾ തെണ്ട് പൂമ്പാറ്റ പൂവിന്റെ മുകളിൽ വന്നിരിക്കുന്നതല്ലേ? അതെ. പൂമ്പൊടി പൂശും പൂമ്പാറ്റ, എങ്ങനെയുണ്ട്? അതും വളരെ നന്നായിട്ടുണ്ട്. പൂന്തേൻ ഉണ്ണും പൂമ്പാറ്റ, ഫുഡ് കഴിക്കും പൂമ്പാറ്റ, ഫുഡ് കഴിക്കും പൂമ്പാറ്റ, പൂവിൽ ഉറങ്ങും പൂമ്പാറ്റ, പൂവിന്റെ മുകളിൽ ഉറങ്ങും. അത് പറയണ്ടല്ലോ, മനസ്സിലായി. ഇത് മനസ്സിലായി. ഒരേ രീതിയിൽ വളരെ ഗഹനമായിട്ട് നമ്മൾ അർത്ഥതലങ്ങൾ നമ്മൾ ആലോചിച്ചു പോയി ഒരു ജേണി തന്നെ നടക്കേണ്ട ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതേസമയം ഇതുപോലെ വളരെ രണ്ട് വേവ് ലെങ്ത്. അതാണ് ഗ്രേറ്റ്നെസ് ആണ്, അതിനെ പറ്റിയാണ് പറയണത്. അതെ. ഇന്നിപ്പോ ഈ പൂകൾ തെണ്ടുന്ന പൂമ്പാറ്റെ അതെന്തായിരിക്കും തെണ്ടും എഴുതിയിട്ടുണ്ടാവുക? തേടും എന്നുള്ളത് ഒരു ചേഞ്ചിന് വേണ്ടിട്ട് തെണ്ടും എഴുതിയായിരിക്കും. അങ്ങനെയല്ല, തെണ്ടുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നടക്കുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ. അതിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ തെണ്ടി നടന്നോ? പിന്നെ വായിക്കുമ്പം ലിറിക്സ് ആദ്യം കിട്ടുമ്പോ പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ ഇറങ്ങും പൂമ്പാറ്റ, എന്ത് വെളിച്ചം പൂമ്പാറ്റ, അതുപോലെ പ്രാസം. ഇത് കേട്ടിട്ട് എനിക്ക് പ്രയാസം തോന്നി. പ്രയാസമല്ല, പ്രാസം. മഴവില്ലാണമ്മ തരുമോ നീ ഒരു പൊന്നുമ്മ, ഒന്ന് തൊടട്ടെ നോവാതെ നിന്ന് തരാമോ പോവാതെ, മുങ്ങാം പൊങ്ങാം ഇളവേലിൽ നീന്താൻ മറിയാം പൊൻവേലിൽ, പൂവുകൾ തെണ്ടും പൂമ്പ. ഇങ്ങനെ മാത്രല്ല ഇപ്പൊ ഈ വാക്ക് പറഞ്ഞില്ലേ, അപ്പൊ ഉടനെ ഞാൻ ഓർമ്മ പണ്ട് അച്ഛനെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, മാർക്കൊക്കെ പറയുമ്പോ ചുമ്മാ ഇങ്ങനെ തന്നെ നടന്നോ. പറയുന്ന ഒരു കാര്യ. അതെ. അപ്പൊ ഈ പൂമ്പാറ്റ നമുക്ക് ഇവിടെ കൊണ്ടുവരണ്ടേ? വിളിക്കണല്ലോ. ലെറ്റ്സ് കോൾ ധ്യാനക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ധ്യാനക്കുട്ടി ഓൺ സ്റ്റേജ്. ഇവിടെ ഒരു മനുഷ്യനാ. അയ്യോ, എന്നിട്ട് ചിറകൊക്കെ ഉണ്ടല്ലോ. അയ്യോടാ, അതെങ്ങനെയാ മനുഷ്യന് ചിറകുണ്ടാവുന്നേ? പൂമ്പാറ്റ തന്നെയാ ഇത്? അതെ അതെ അതെ, പൂമ്പാറ്റ. ഇവിടെ ഒക്കെ വരച്ചിട്ടുണ്ട് പൂമ്പാറ്റന്. ആ, ഒരു കാര്യം പറയട്ടെ. അതാണ് അറിഞ്ഞൂടല്ലേ, വായിക്കാൻ അറിഞ്ഞൂടല്ലേ? അതെ. അങ്കിളിനൊന്നും അറിഞ്ഞൂടെ? എന്താണ് അങ്കിൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തെറ്റിച്ച പിന്നെയും പിന്നെയും പാടണ്ടേ കൊച്ച്? പൂമ്പാറ്റയുടെ ചിറക് കണ്ടോ? പൂമ്പാറ്റേക്കാളും വലുതാണ്. ചിറകാണ്. നല്ല സുന്ദരി പൂമ്പാറ്റ, മഞ്ഞ പൂമ്പാറ്റ, നല്ല സുന്ദരി പൂമ്പാറ്റ, നല്ല സുന്ദരി പച്ച കളറുള്ള പൂമ്പാറ്റ. ഫ്രണ്ട്സ് ആരാ ഫ്രണ്ട്സ്? ആഹാ, നമുക്കറിയാത്ത ആളുകളാണല്ലോ ഫ്രണ്ട്സ്. ദിദിയും ജഗത്തും ഭയങ്കര ഫ്രണ്ട്സ് ആണോ? ജഗത്തോ ദ്വിതിയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട്ഷിപ്പ് ട്രയാങ്കിൾ ആണ് കേട്ടോ. ധ്യാനക്കുട്ടി പാട്ട് പാടി തരുമോ? പൂകൾ തെണ്ടും പൂമ്പാറ്റ. പിന്നെ ഡീറ്റെയിൽസ് അറിയില്ല. സാരമില്ല, ഡീറ്റെയിൽസ് വേണ്ട. സിനിമയുടെ പേര് അറിയോ? സിനിമയുടെ പേര്? ഒരാൾ കൂടെ കള്ളനായി. ഒരാൾ കൂടി കള്ളനായി. അത് തന്നെ സിനിമയുടെ പേര്. അതാണ് വളരെ ശരിയാണ്. ശരി, വർഷം അറിയാമോ? 1964. എത്രയാ? അതെന്റെ അമ്മേനോടൊന്ന്
ചോദിച്ചാൽ ചോദിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, സംഗീതം ചെയ്തിരിക്കുന്നത് KV ജോബ് സാറാണ്. അതുപോലെ ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് G ശങ്കരക്കുറുപ്പ് സാറാണ്. ഇത് പാടിയിരിക്കുന്ന ആരാന്നറിയാവോ? ആ അതറിയാം. അപ്പൊ പാടാം നമുക്ക് പൂമ്പാറ്റേ. പൂമ്പൊടി പൂശും പൂമ്പാറ്റ പൂന്തേനൊന്നും പൂമ്പാറ്റ പൂവിലിറങ്ങും പൂമ്പാറ്റ പൂവിൽ തെണ്ടും പൂമ്പാറ്റ പൂമ്പൊടി പൂശും പൂമ്പാറ്റ പൂന്തേനൊന്നും പൂമ്പാറ്റ പൂവിലിറങ്ങും പൂമ്പാറ്റ മിടിക്കാണല്ലോ. കാലക്കി കാലക്കി കോറസേ നൈസ്, അടിപൊളി. കൊള്ളാം. നിങ്ങളിങ്ങനെ അത് എന്തൊരു ഡിഫിക്കൽട്ട് ആണ് അത് പാടാൻ. അല്ല അത് മാത്രല്ല അവരിങ്ങനെ അല്ലേ തല ഇങ്ങനെ ഭയങ്കര ആട്ടുന്ന difficult കാണാൻ അല്ലേ? ഭയങ്കര അതെ, അതെ. രസമുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള Okay, നോട്ട്സ് ഒക്കെ ഇവിടെ എങ്ങനെ പാടുന്നു? ഭയങ്കര tough ആ. അതെങ്ങനെ കൺമണി എങ്ങനെ പാടിയത്? ആ ഇടയ്ക്കൊരു ഉമ്മി വന്നു. തരുമോ നീ ഒരു പൊന്നമ്മ, ഉമ്മ. ചെറിയൊരു ഉമ്മ. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അതെ. എത്രയുള്ളത് ഉമ്മ? ഒന്ന് അതെങ്ങനെയാ? എങ്ങനെ എങ്ങനെയായിരുന്നു? കൊടുത്തേ? അത് തരാം. പിന്നെ ഇടയ്ക്ക് പറഞ്ഞല്ലോ പൂവിലുറങ്ങും, അങ്ങനെ പാടിയല്ലോ. പൂവിലിറങ്ങും പൂമ്പാറ്റ ആ അതാണ്. പൂമ്പാറ്റ. അത് കോറസല്ലേ പറഞ്ഞത്? ആ, കുറച്ച്. അതെ, ആ, അതെ, അതെ, അതെ. അല്ലല്ലോ പറഞ്ഞത്. പറഞ്ഞതല്ലോ പൂന്തേനുണ്ണും പൂമ്പാറ്റ പൂവിലുറങ്ങും പൂമ്പാറ്റ എന്ന് ഞാനല്ലേ പറഞ്ഞേ? പൂവുകൾ തണ്ടും അതാണ് ആ അതാണ് അത് തന്നെ പറഞ്ഞ അതില് പൂവിലുറങ്ങും അങ്ങനെ പാടിയല്ലോ. ആ കോറസ് തന്നെ. അല്ല കോറസ് അല്ല, ചാരക്കുട്ടിയാ, കൺമണി. ഇപ്പൊ പൂമ്പാറ്റയൊക്കെ മാറി തെയ്യായി മാറും. അശ്വതി എനിക്ക് കാണണം അവിടെ വന്നിട്ട് പൂമ്പാറ്റേനെ. കണ്ണൊക്കെ ആരാ ഞാൻ വരച്ചു ഞാൻ തന്നേ? പോവാം അങ്ങോട്ട്. ഞാൻ പോയി പൂമ്പാറ്റേനെ നോക്കിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിന്ന് കണ്ണ് വർത്താനം വരച്ചു പറഞ്ഞു. തന്നൊക്കെ ആരാ? ഇതാര വരച്ചെന്നേ? രണ്ട് സൈഡിലുണ്ടാ. ജിനു ജിനു ചേട്ടനാണോ ജിനു വരച്ചെന്നേ? ചേട്ടൻ. ജിനു അങ്കിൾ അല്ലേ? തൽക്കാലം വാ ഒന്ന്. തൽക്കാലം ഒന്ന് വായു ഇങ്ങോട്ട്.
മത്സേട്ടാ ആ നല്ല തിളക്കമുള്ള ചെരുപ്പ്. ആണല്ലേ? അതെ ഇവിടെ ഒക്കെ പൂക്കളുണ്ട്. ഓ അത് ശരി. മുത്തിന്റെ സ്വർണ്ണമാല. ആഹാ. ഇതേ ഇവിടെ ചിറക്. അതെ ഇവിടെ ഉണ്ട് അവിടെയുണ്ടല്ലേ? പൂക്കള്. ആ മുത്തിന്റെ സ്വർണ്ണ മാല. പിന്നെ കണ്ണിന്റെ സൈഡിലേക്കോ? കണ്ണിന്റെ സൈഡില് പൂമ്പാറ്റ. സൈഡ് ആണല്ലേ? അതെ. ആഹാ. നല്ല ചിറക്. തിരിഞ്ഞ് ഇങ്ങനെ മൊത്തം തിരിഞ്ഞോ. ആ ഇതുണ്ടോ പൂവ്. പൂമ്പാറ്റയുടെ തലയിൽ പൂവ്. സുന്ദരിയാണ്. സുന്ദരി. കാരണം പൂവിന്റെ തലയിലാ പൂമ്പാറ്റ വന്നിരിക്കുന്നത്. പൂമ്പാറ്റയുടെ തലയിൽ വെള്ള പൂവ്. പൂവെന്ന്. അതെ എന്ത് രസമാണെന്നറിയോ? ഇവിടെ അടുത്ത് വന്നാൽ ഇതൊക്കെ കാണാൻ അതെ. പറ്റും. പക്ഷേ പൂമ്പാറ്റ എവിടേക്കാ തേൻ കുടിക്കാൻ പോണേ? പൂവിൽ തന്നെ. പൂവിൽ തന്നെയാ? പൂവിൽ തന്നെ. ഏതൊക്കെ പൂവിലാ? ഏതൊക്കെ പൂവാ? ഏതെങ്കിലും ഏറ്റവും കൂടുതൽ തേനുള്ള പൂവ് ഏതാ? പൂമ്പാറ്റയ്ക്ക് അതൊന്നും അറിഞ്ഞൂടെ? ആലോചിക്കുകയാണോ? എവിടുന്നാണ് ഏറ്റവും അധികം തേൻ കുടിച്ചത് എന്ന് ആലോചിക്കുക. റോസാപ്പൂവാണോ? റോസാണോ ഇഷ്ടം കൂടുതല്? പൈനാപ്പിൾ. റോസാപ്പൂ തന്നെ. ആ റോസാപ്പൂവാണ്. യെസ്. കൺമണി കൺമണി. എങ്ങനെ പഠിക്കുന്നു ഇങ്ങനെ ലിറിക്സ് ഒക്കെ? ഇങ്ങനെ തിരിഞ്ഞു തന്നോ പൊന്ന്. അതോ ആ ആരാ പഠിപ്പിച്ചു തന്നെ? മമ്മി. മമ്മിയാണോ പഠിപ്പിച്ചത്? ട്യൂൺ ആരാ പഠിപ്പിച്ചു തന്നെ? അപ്പം ചൂട് ഒറ്റയ്ക്ക് തന്നെ പഠിച്ചതാ. തന്നെ പഠിച്ചതാണ്. അതെ. എന്തായാലും മരിച്ചേട്ടാ കിടിലം പാട്ടായിരുന്നു അല്ലേ? വളരെ നന്നായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തൊരു ക്യൂട്ടായിരുന്നു കാണാൻ. മുട്ടായി മഴ വേണം. അല്ല MJ സാറിന് ഒന്നും പറയാനില്ലേ? ചോദിച്ചു നോക്ക്. എന്താ പറയാനില്ലേ? ചോദിച്ചു നോക്ക്. ഞാനൊന്നും പറയുന്നില്ല. ഞാനെന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടൂല. അയ്യോ എന്റെ അടുത്ത് പറഞ്ഞില്ല അല്ലാന്നൊക്കെ. അയ്യോ അയ്യോ ചോദിച്ചു നോക്ക് എന്താ പറയാനില്ലേ ചോദിച്ചു. എന്തെങ്കിലും പറയ്. ഞാൻ കട്ടീസാ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ കട്ടീസാ. മിണ്ടീസില്ല. അല്ലെങ്കിൽ മധുരമഴ വരില്ല കേട്ടാ. ആ അപ്പൊ ചോദിച്ചോ. തേന് തരാന്ന് പറയാം MJ അങ്കിളിന്റെ അടുത്ത്. ഞാനും മുട്ടായി തിന്നു. ഞാനും ഞാൻ മുട്ടായി തിന്നു. മുട്ടായി ഞാൻ തിന്നു. മുട്ടായി അയ്യോ പാപ്പാത്തിക്ക് എന്തിനാ മുട്ടായി? എനിക്ക് വേണേ. പൂമ്പാറ്റയ്ക്ക് മുട്ടായി ഒന്നും ആവശ്യമില്ല MJ സാർ. ഞാൻ തിന്നു. ഞാൻ തിന്നും. തേനല്ലേ വേണ്ടത്? ഇത് പൂമ്പാറ്റയൊന്നുമല്ല, ധ്യാനക്കുട്ടിയാണ്. കുട്ടിയാണ്. ധ്യാനക്കുട്ടി മിഠായി കഴിക്കും. പൂമ്പാറ്റ മിഠായി കഴിക്കില്ല. ശരിക്കുള്ള പൂമ്പാറ്റയാണ് ഏറ്റവും കുടിക്കുക. ആണല്ലേ? അപ്പൊ ഇത് ശരിക്കുള്ളതല്ലേ? അല്ല പിന്നെയോ? ധ്യാന തന്നെ. ഓ, ധ്യാനം തന്നെയാ? തന്നെ. ഇത് ഓക്കേ. ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. അപ്പൊ ക്യാപ്റ്റാ കൊടുത്തോ. Yes. ഞാൻ പൂമ്പാറ്റയല്ല. ആ. ഞാൻ പൂമ്പാറ്റയല്ല പറഞ്ഞിട്ട് ഞാൻ മനുഷ്യനാണ് പറഞ്ഞില്ലേ? ഞാൻ മനുഷ്യനാണ്. പറഞ്ഞത് കേട്ടോ. ആദ്യമേ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ഇത് പൂമ്പാറ്റയല്ല, ആ, മനുഷ്യനാണ്. നമ്മുടെ മനുഷ്യനായ ധ്യാനക്കുട്ടിക്ക് ഇഷ്ടം അതെ. മുട്ടായിയാണ്. അതെ. അതുകൊണ്ട് വരട്ടെ ഒരു മധുര മഴ. കണ്ടിട്ട് ഏതൊക്കെ എടുത്തു എടുക്കണ്ടേന്ന്. എടുത്തു പറന്നു പോയെടുക്ക്. പറന്നു പോയിട്ട് അമ്മുക്കുട്ടി വരുന്നുണ്ട്. അമ്മുക്കുട്ടി വരുന്ന മിഠായി ഉണ്ട്. അതെ ഞാൻ 10 വരെ എണ്ണൂട്ടാ. അതിന് മുമ്പ് എടുക്കണേ. എടുത്തു എടുത്തു. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10. അതിൽ ഫുള്ള് ഡയറി മിൽക്ക് എടുത്ത് 5-6 ഡയറി മിൽക്ക് മാത്രം. എടുത്തോണ്ടിരിക്ക. ഡയറി മിൽക്ക് ആ, മതി 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 മതി. ടാറ്റാ. പൂമ്പാറ്റക്കുട്ടി ബൈ. ഇനി ടോപ്പ് സിംഗറിന്റെ റിയാൻ കുട്ടൻ എത്തുകയാണ് രവീന്ദ്രൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ. നമുക്ക് വിളിച്ചാലോ? സോ ലെറ്റ്സ് വെൽക്കം റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. ഹലോ റിയാൻ കുട്ടാ. ഹായ് ആയിരി ചേച്ചി. ഹായ് മധു സാറ്. മധു സാറ് ഹൈയില് സംസാരിച്ചപ്പോ ഞാൻ ബേസിൽ സംസാരിച്ചു. ആ ശരിയാണല്ലോ. റിയാൻ കുട്ടൂസൻ. എന്തോ സാർ ഇതില്ലേ ആ സാറ് കുട്ടൂസൻ എന്ന് വിളിച്ചപ്പോ എനിക്ക് എന്താ ഓർമ്മ വന്നേന്നറിയോ? ഡാഗിനി അമ്മൂമ്മയും കുട്ടൂസൻ. ദാഗ്നിയമ്മ എവിടെ? ഡാഗിനി അമ്മ കഥയിലുണ്ട്, മായാവിയുടെ അടുത്തുണ്ട്. ഉണ്ട്. മായാവി. മായാവിയുടെ ശത്രു അല്ലേ? ആ ശത്രുവാണല്ലോ. അതെ അതെ അതെ. പക്ഷെ നല്ല ആളല്ലേ ഡാഗ്നിയമ്മ? നല്ലല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടമില്ല. അത്ര നല്ല ആളല്ലേ ആരെയാ ഇഷ്ടം? ഡാഗിനിയമ്മ? രാജുവിനെയാണോ രാധേനെയാണോ? അത് ലുട്ടാപ്പിയാണോ? എനിക്ക് രാജുവിനെയും രാധേനെയും. രാജുവിനെ രാധേനെ രാധേനെ. ഇഷ്ടം. മായാവി ഇഷ്ടല്ലേ? മായാവിനെ ഇഷ്ട. ആ. ലുട്ടാപ്പിയുടെ മറ്റേ സംഭവില്ല, അയ്യോ രക്ഷിക്കണേ. റിയാൻകുട്ടാ, എന്തോ ചേച്ചി? ഇന്ന് ഏത് പാട്ടാ പാടുന്നതെന്ന് എനിക്ക് സ്വരത്തില് പറഞ്ഞുതരാൻ പറ്റുമോ? ഒരു കൗതുകത്തിന് ചോദിക്കണ. സരിഗ സരിഗ പരി. ആ കറക്റ്റാ. സരിഗ സരിഗ പരി
ഗ ഗ ഗ ഗ സാരി രി രി സാരി ഗ പ പ സാ. Yes. ഏട്ടാ മിടുക്ക. ഇത് റിയാൻകുട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. മിടുക്കൻ കേട്ടോ. ഇവിടെ കുളിർ ചൂടിതാരാ? ഞാൻ മധുസാറേ, എന്തോ ഇന്ന് ഞാൻ പാടിക്കഴിഞ്ഞട്ടെ ആ മധുസാർ എനിക്ക് തിരുവരെങ്കിലും പാടിത്തരുമോ? എന്റെ അമ്മേ. അത് മധുരൊരു നൈറ്റ് മെയർ ആണ് ആ പാട്ട്. ആ അത് ഗംഭീരായിരുന്നു മധു. Thank you, thank you, കുട്ടനേട്ടാ. റിയാൻകുട്ട നമുക്ക് മധുവിനൊരു കൈയടി കൊടുക്കണ്ടേ അതിന്? ആ അല്ലേ? ആ Thank you, thank you. അതാണ്. Thank you, റിയാൻ കുട്ടാ. അപ്പൊ ഇന്ന് കുഞ്ഞിന്റെ പാട്ടിലേക്ക് പോവാം. ഓക്കെ സാർ. തമ്പുരു കുളിർ ചൂടിയോ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ ആഹാ എന്തൊരു നല്ല പാട്ടല്ലേ. ശരിയാ. സൂര്യഗായത്രി ONV സാർ, Yeah. രവീന്ദ്ര മാസ്റ്റർ ആ. അല്ലേ ആ പാടിയത്? നമ്മുടെ യേശുദാസ് സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ താമര തൻ തണ്ടുപോൽ കോമളമാപ്പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഖി തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ. ചന്ദന സുഗന്ധികൾ ജമന്തികൾ വിടന്നു മന്ദിരാങ്കണത്തിൽ നിന്റെ മഞ്ജുഗീതം കേൾക്കവേ കാട്ടുമൂളം തണ്ടിലോതും കാറ്റുപോലണഞ്ഞ നിൻ പാട്ടിലേഴുമാസ്വരങ്ങളേറ്റു പാടി നിന്നു ഞാൻ പൂത്തു നീളേ താഴ്വാരം പൂത്തു നീലാകാശം തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ സിറിഞ്ചും സ്റ്റെതസ്കോപ്പും മട്ടും പൊടിക്കത്തെറിഞ്ച് இந்த கையாலே എന്നെ വീണമീട്ട വെച്ചത് മരുന്നും മെഡിക്കൽ ടേംസും മട്ടും ഉരുവിടത്തെറിഞ്ച് இந்த നാക്കിലെ 7 സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുതാൻ. എൻ്റെ രുക്മിണി അവളായിരുന്നു എൻ്റെ ഗുരു, എൻ്റെ എല്ലാം എല്ലാം. ലാ 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 ലാ. പൂവ് പെറ്റൊരുണ്ണിയായി തേന്മാവിൻ
തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കൂലി തൊടുമ്പോൾ താമര തൻ പണ്ടുപോ കോമളമാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഖി തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കൂലി തൊടുമ്പോൾ. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. Thank you, sir. നൈസ്. താങ്ക് യു സാർ. മകനെ എന്തോ സാർ. നന്നായി പാടിയല്ലോ, താങ്ക് യു സാർ. ഉഗ്രനായിരുന്നു. താങ്ക് യു സാർ. ഇത് നിസാരം പാട്ടല്ല ഇത്. ആ ഇത് പാടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം, സ്റ്റഫൊക്കെ വേണം. ശരിയാ. ആ ഡയലോഗൊക്കെ കലക്കി. താങ്ക് യു സാർ. ആ അനുപല്ലിയുടെയും ചരണത്തിന്റെ ഒക്കെ എൻഡിലുള്ള ആ ഇതൊക്കെ ഇല്ലേ, അതൊന്നും ഇങ്ങനെ ഈസി ആയിട്ട് പാടാൻ പറ്റുന്നതല്ല. ആ ശരിയാ. ഫീലും ആ കൊടുത്ത ഫീലെല്ലാം അത് വളരെ നല്ല മെച്ചൂരിറ്റി ഉള്ള ആൾക്കാർക്ക്, സിംഗേഴ്സിന് അതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ അവിടെയൊക്കെ കുറച്ച്, പിന്നെ ആ പല്ലവിയിലെ തഴുകുമൻ കൈകളും തരളിതമായി സഖി, ആ ആ ലൈൻ ഒന്ന് പാടിയേ. തഴുകുമെൻ കൈകളും തരളിതമായി സഖി, തഴുകുമൻ തഴുകുമെൻ കൈകളും തരളിതമായി സഖി. യെസ്, ഇപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു അതിന്. ടേക്കിൽ സംഗതിയോ. കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നി അവിടെ, താങ്ക് യു സാർ. കേട്ടോ. പിന്നെ ലലല പാടിയില്ലേ ചരണത്തിന് മുമ്പ്, ആ അതില് അതിലൊരു സ്ലിപ്പായി പോയി. ആ പിന്നെ തെന്നൽ തേങ്ങിയോ, ആ തെന്നല് പോയി. തെന്നിപ്പോയി. Thank you, എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല മിസ്റ്റർ റിയാൻ, sir. Thank you, sir. കേട്ടോ, ഓർമ്മ വെച്ചോളൂ. എനിക്കിന്ന് റിയാൻ കുട്ടന് വേറൊരു പേര് കൊടുക്കാൻ തോന്നുന്നുണ്ട്. എന്താ? ശ്രുതി സാഗർ. അബു ബാബു ഇങ്ങനെ. അത് കൊള്ളാമോ? അബു ബാബു ഇങ്ങനെ. എന്താ വെച്ചാ റിയാൻ കുട്ടൻ പാടുമ്പോഴേ, പ്രത്യേകിച്ചും ആ പല്ലവി പാടില്ലേ, ആ. അപ്പൊ ഒരു ശ്രുതി ഒരു സാഗരം പോലെ, ഒരു അയ്യോ. സമുദ്രം പോലെ. ഈ ശ്രുതികളൊക്കെ ഭയങ്കര കൂട്ടുകാരായിട്ട് വന്ന് റിയാൻ കുട്ടന്റെ അടുത്ത് വന്നിട്ട് ചുറ്റും പറയണം. ഡാൻസ് ചെയ്യുന്നു. അതാണ് ഡാൻസ് ചെയ്യുന്നു. മാത്രമല്ല ചോദിക്കുന്നുണ്ട്, എന്നെ കൂട്ടുകാരാക്കൂ എന്നാ അവര് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനെന്താ പറഞ്ഞേ? അപ്പൊ റിയാൻ കുട്ടൻ പറയുന്നുണ്ട്, വായോ എന്റെ കൂടെ ഉണ്ടല്ലോ, friends ആയി. Best friends അല്ലേ, ചങ്കുകളല്ലേ, നിങ്ങൾ എന്റെ കൂടെ, റിയാൻ കുട്ടൻ പറയണേ. അതെ, നിങ്ങൾ എന്റെ കൂടെ എന്നും ഉണ്ടാവണം. ഇന്നുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് പറഞ്ഞു, ഒരിക്കലും വിട്ടുപോകില്ല റിയാൻ കുട്ട. കാരണം റിയാൻ കുട്ടനെ അവർക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഇനി അടുത്ത പാട്ട് തൊട്ട് അവരുണ്ടാവല്ലേ കൂടെ? അല്ല, എത്ര നാളും കൂടെ ഉണ്ടായിരുന്നു, അറിഞ്ഞില്ല അല്ലേ? അതറിഞ്ഞില്ലല്ലേ, ഇന്നാണ് അറിഞ്ഞ ആള്. നമ്മളെ അറിഞ്ഞുള്ളൂ. അതെ, അതാണ് അങ്ങനെ ഉണ്ടെന്നുള്ളത്. കേട്ടോ റിയാൻ കുട്ട, ആ? അങ്ങനെ ഭയങ്കര ബ്ലസ്ഡ് ആണ് ഒരു ശ്രുതി. ആ ശ്രുതി. ആ ശ്രുതി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ താങ്ക് യു സാർ. ശ്രുതി എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇതിൽ പല ഇടങ്ങളിലും എനിക്ക് അങ്ങനെ ശ്രുതി ഉഗ്രനായിട്ട് ചേർന്നതായിട്ട് ആ ചില നോട്ടുകൾ പാടുമ്പോ അതൊക്കെ പാടിയില്ലേ, ആഹാ, താങ്ക് യു സാർ. ആ ദായിലോട്ട് പോകുമ്പോഴുണ്ടാവുന്ന ഒരു ഭാവം റിയാൻ കുട്ടൻ പാടുമ്പോഴ് അതെനിക്ക് പാടാൻ പറ്റൂല. അയ്യോ, കാരണം അതിനൊരു ശ്രുതിയുണ്ട്. അങ്ങനെ പറയല്ലേ. അതിനൊരു വളരെ സൗന്ദര്യമാർന്ന ഒരു ശ്രുതിയുണ്ട്. അത് റിയാൻ കുട്ടനാണ് കൊണ്ടുവരാൻ പറ്റണേ. അതാണ് അങ്കിൾ ഇങ്ങനെ സ്പീച്ച്ലെസ് ആയിട്ടിരുന്നു ചില മൊമെന്റ്സ് ഒക്കെ. അയ്യോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ ഓരോ ഇടത്തിലും നമ്മൾ ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തെന്നിപ്പോകും. നമ്മുടെ കണ്ണൻ, നമ്മുടെ ശ്രുതി സാഗരൻ, നമ്മുടെ റിയാൻ കുട്ടൻ ഇന്ന് നന്നായിട്ട് അതിലൂടെ തെന്നല് പോലെ ഇങ്ങനെ പോയി കേട്ടോ. താങ്ക് യു സാർ. റിയാൻകുട്ടാ, എന്തോ ചേച്ചി? എനിക്ക് ഇന്ന് റിയാൻകുട്ടന്റെ അടുത്ത് ഭയങ്കര റെസ്പെക്ട് തോന്നുക, സത്യമായിട്ടും. അതെന്തോ അങ്ങനെ? റിയാൻകുട്ടന്റെ നോളജ് റിയാൻകുട്ടന് യൂസ് ചെയ്യാൻ അറിയാം. അത് പാടുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. റിയാൻകുട്ടന്റെ അറിവ് ഇങ്ങനെ തിളയ്ക്കുക ഉള്ളില്, ഇങ്ങനെ പുറത്ത് വരാ, ഓരോ പാട്ടിന്റെ രൂപത്തിൽ ഇങ്ങനെ പുറത്ത് വരാ. അപ്പൊ എനിക്കിങ്ങനെ ആലോചിക്കുമ്പോ ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് റിയാൻകുട്ടന്റെ അടുത്ത് തോന്നുന്നത് കേട്ടോ. മിടുക്കൻ. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. മ്യൂസിക്കില് ഭയങ്കര മെച്ചുവർ ആണ്. മ്യൂസിക്കലി റിയാൻകുട്ടന്റെ വിഷൻ ഇസ് ബ്യൂട്ടിഫുൾ, എക്സലന്റ് കേട്ടോ. ഈ ഒരു ഏജിൽ ഇത്രയും മെച്ചുവർ ആയിട്ട് പാടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സിമ്പിൾ. ഒട്ടും സിമ്പിൾ അല്ല. ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ
നമ്മുടെ റിയാൻകുട്ടൻ. Thank you, കേട്ടോ? ചേച്ചി. ഐ ലവ് യു. കീപ് സിംഗിങ് കേട്ടോ പൊന്നെ. ഓക്കെ ചേച്ചി. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശ്രുതി സാഗര. എന്തോ സാർ. ഓക്കെ, ശ്രുതി സാഗറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98.75 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ശ്രുതിസാഗര അടിപൊളിയായിട്ട് പാടി. ഓക്കെ, Thank you, ചേച്ചി. അടുത്ത വട്ടം നമ്മൾ 100 മേടിക്കും. 100 മേടിക്കാം. യെസ്, ഓക്കെ, പ്രോമിസ്. പ്രോമിസ്. ടാറ്റാ. ടാറ്റാ. ബൈ. ബൈ. കളിരംഗോലി തൊടുമ്പോ MJ അങ്കിളെ, അടുത്തത് നമ്മൾ ചെന്നൈ എനിക്ക് എനിക്കറിയാം, അത് പറയാൻ ഞാൻ പറ്റുന്ന കാര്യങ്ങളെ. പറയട്ടെ. പക്ഷെ അത് അച്ഛനെ പറ്റിയുള്ള പാട്ടാണ്. എന്നെ പറ്റിയിട്ടുള്ള പാട്ടാണോ? അതിന് തുടക്കം അങ്ങനെയാ. അതെ, തുടക്കം. ആണോ? ശരിക്കും അതിന്റെ first line അതാ. തവളാച്ചി ചുക്കുമേലിരിക്കണ ചൂലാപ്പ് മറിയം വന്ന് വിളക്കൂതി. എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷെ ഉണ്ടല്ലോ, എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്നെ അങ്ങനെയാണോ? തവളാന്ന് വിളിക്കാറുണ്ട്. അല്ല, അതുപോലെയാണ് ഇരിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ആലോചിച്ച് സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. എടാ, ആ, ഇവിടെ അതാണ്. കണ്ടുപിടിച്ചു. അതെ, കണ്ടുപിടിച്ചു. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? എനിക്കറിയില്ല, എല്ലാവരും എന്നെ തവളാച്ചിന്ന് വേണ്ട ഫോണിൽ സേവ് ചെയ്തേക്കണേ. അതെന്ത് ഞാൻ പറ്റി? എന്താണ് ലുക്ക് കണ്ടിട്ടല്ല എന്തായാലും. എനിക്കറിയില്ല. രാത്രി അവരുടെ കൂടെ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, ഇല്ല. കൂർക്കം വലിക്കാനായിട്ട് ഇല്ല, ഇല്ല, ഇല്ല. എന്താന്നല്ല, ഭയങ്കര സ്നേഹം എന്നോട്, അതുകൊണ്ട് തവളാച്ചി ചിലപ്പോ രാത്രി കൂർക്കം കൂർക്കം വലിക്കണ പരിപാടിയേ ഇല്ല. അല്ല, പിന്നെ അത് കേട്ടിട്ടായിരിക്കും ചിലപ്പോ. അല്ല അല്ലേ? എന്താന്നറിയില്ല, അത് പറഞ്ഞിട്ടുമില്ല ഇതുവരെ. എന്നാലും ഏകദേശം അതുപോലെ ഉണ്ട്. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും റൈക്ക. Yes, റൈക്ക. ചെന്നൈ അമ്പത്തൂർ സിംഗം. ലെറ്റ്സ് വെൽക്കം റൈക്ക ഓൺ സ്റ്റേജ്. இன்னைக்கும் வெரைட்டியான ட்ரெஸ் போட்டு தானே வர்றீங்க. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കണോ. ஒவ்வொரு வாட்டி வரும்போது எங்களை அசத்து விடுறீங்க. ഇപ്പൊ റൈക്ക വന്നാ അപ്പവേ തെരിയും ഫാഷൻ ഒരു പ്രോഗ്രാം வரப்போகுது. അതെ, ഫാഷൻ ഐക്കൺ പോലെയാണ് വന്നിരിക്കണേ. வர வர மிஸ் வேர்ல்டாய் வந்துட்டு இருக்கு. ஆமா, ஐஸ்வர்யா ராய் மாதிரி இருக்கு. ஆமா, வெரைட்டி டிசைனா இருக்கு இந்த Dress. தேங்க் யூ. അതെ. உங்கள்ட்ட எல்லாருக்கும் எங்கிட்ட எனக்கு ஒரு காரியம் சொல்றதுக்கு உண்டு. என்ன? என்னதுன்னா, நான் ஜனவரி மாசத்துல நான் ஒரு சின்ன கச்சேரி பண்ணியிருந்தேன். எங்க? அப்போ நூர்னியில தான். ஓ. அப்போ அங்க வந்து கின்னஸ் ரெக்கார்ட் ஹோல்டர் குழல்மந்தம் ராமகிருஷ்ணன் மாமா ராமகிருஷ்ணன் வந்திருந்தார். அவர் என்னோட பெரிய ஃப்ரெண்ட், ரொம்ப க்ளோஸ் ஃப்ரெண்ட். அவரோட எம்ஜி அண்ணனோட. എന്നോട് അൻപ് സഹോദരൻ. ஆமா. அவரு வந்திருந்தார். கேட்டு எனக்கு வந்து ஒரு சிங்கிங் ஆப்பர்ச்சுனிட்டி தந்தார். ஆஹா. என்கிட்ட வந்து ஆர்ட்டியாவது கம்போஸ் பண்ணி என்னை கொண்டு பாட சொன்னார். அப்போ இருந்தது என்னோட பாட்டி வந்து ஹாஸ்பிட்டலில் இருந்தா. அப்போ எனக்கு அப்பாவும் மம்மியும் பிஸியாக இருந்தால் எனக்கு ஆர்டிஎம்மே கேட்க முடியலை. அது கழிஞ்சு அப்போ நான் என்ன பண்ணேன், நான் ட்ரை பண்ணேன் கம்போஸ் பண்ண. ஓ, கம்போஸ் கூட ட்ரை பண்ணீங்களா? ஆமாம். அது கழிஞ்சு நீ பெரிய ஆளுப்பா. அது கழிஞ்சு அதை நானே கம்போஸ் பண்ணி அதை எடுத்துன்னு வந்திருக்கேன். நான் அவர்கிட்ட கேட்டேன், நான் ஃப்ளவர்ஸ் டாப் சிங்கர்ல இது பாடட்டா சொல்லிட்டு கேட்டேன். அவர் ஓகே பாடிக்கோ சொல்லிட்டு சொன்னார். சரி. ஸோ ரெண்டு பேரும் தாராளமா രണ്ടുപേരും പാടണം. ആനാ ഒരു വിഷയം. അപ്പൊ എനക്ക് എന്നാ ജോലി? இவரோட வேலை போயிடுமா? എന്നോട് இல்ல 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 റൈക്ക കമ്പോസ് പണ്ണ இல்ல, கொலாபரேஷன் பண்ணலாம் இன்ஸ்டாகிராம்ல. മറ്റേ ഇൻസ്റ്റയിലൊക്കെ കൊളാബറേറ്റ് അതെ ചെയ്യുന്നു. അതെ അതെ. പാട് പാട് പാട്. യെസ്. ആടി ഞാൻ വെറുതെ പാടി ആ വേണുനാദം കേൾക്കേ. ആടി ഞാൻ വെറുതെ പാടി ആ വേണുനാദം കേൾക്കേ. തേടി അലഞ്ഞതിനു ശേഷമീ സുന്ദര വൃന്ദാവനിയിൽ മാനസ വൃന്ദാവനിയിൽ ആടി ഞാൻ വെറുതെ പാടി ആ വേണുനാദം കേൾക്കേ. ரொம்ப அருமை. உண்மையை சொல்லு. யாராவது ஹெல்ப் பண்ணிருக்கீங்களா உங்களை? இல்லை. இல்லையா? யாரும் help நிஜமா? பண்ணலையா? நிஜமா? ஆமாம் நிஜமா. அப்படி நான் எழுந்திருச்சு இந்த கை அடிக்கிறேன். கை தட்டுறேன். சூப்பர் சூப்பர். Thank you. Thank you. வெரி நைஸ் வெரி நைஸ். சூப்பரா இருக்கு. Thank you. അപ്പൊ today's song is അഞ്ച് no, കണ്ണനല്ല. yeah, no connection with this song. No? It's going to be a totally different ball game, is it not? ஆமாம். அப்ப ஆல் தி பெஸ்ட் ரைக்கா பேபி. Thank you. ഓൾ ദി ബെസ്റ്റ്. Thank you.
അത്തള പുത്തള തവളാച്ചി ചുക്കുമല്ലിരിക്കണ ചൂളാപ്പി മറിയം വന്നു വിളക്കൂതി മണ്ണിക്കുട്ട മണ്ടൂസേ. അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല, അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല, ഈ വിരുദൻ മായാവിയല്ല മറയാൻ, തേൻ കൊതിയൻ ശിക്കാരിയല്ല ഞെളിയാൻ. ഇവനു തലയിലൊരു മറുകു മറുകിലൊരു മറുദയം അവളുടെ കറുകയുമലകണ പാവം പണ്ടിവൻ അപ്പിലായതും ആരോ പറയണ മൂപ്പര് എളിയ ബാലവിടെ. അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല. ഈ വഴികളിൽ നിറഞ്ഞെത്തിയൊരു പൂക്കാലം, തുമ്പ തുളസികൾ ചെമ്പരത്തികൾ പങ്കുവെച്ചതു കണ്ടില്ലേ. ഈ വഴികളിൽ നിറഞ്ഞെത്തിയൊരു പൂക്കാലം, തുമ്പ തുളസികൾ ചെമ്പരത്തികൾ പങ്കുവെച്ചതു കണ്ടില്ലേ. ഈ പുഴയും പുതിയൊരു പെണ്ണല്ലേ, അവളെ നീ അറിയും കളമൊഴി കേട്ടില്ലേ. ആ ജാതകം നേരാകുമോ, മോതിരം കൈമാറുമോ, ജാതകം നേരാകുമോ, മോതിരം കൈമാറുമോ. കുടയു പടിയും എടുക്കുയില് കുരവയിട് വരനോട് നെറുകയിൽ ഒരു തുടുക്കുറി തൊട. അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല, അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല. ഓഹോ. ഈ പുഴയിലും മുഖം നോക്കിയൊരു പൂന്തിങ്കൾ താടി വന്നീ പെൺകിടാവിന് പൊട്ട് കുത്തിയതറിയില്ലേ. ഈ പുഴയിലും മുഖം നോക്കിയൊരു പൂന്തിങ്കൾ താടി വന്നീ പെൺകിടാവിന് പൊട്ട് കുത്തിയതറിയില്ലേ. ആ മിഴികൾ കവിതകളായില്ലേ, അഴകിലാ കവിളിൽ പുലരി വിരിഞ്ഞില്ലേ. ഓ പാൽക്കുടം നീ എന്തുമോ, പാതിര പൂ ചൂടുമോ, പാൽക്കുടം നീ എന്തുമോ, പാതിര പൂ ചൂടുമോ. അരികു മലരുമെട് പുതിയ പുടവയിട് അകിലിനു പുകയെട് തകിലിനു ചെവികൊട്. അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല, ഈ വിരുദൻ മായാവിയല്ല മറയാൻ, തേൻ കൊതിയൻ ശിക്കാരിയല്ല ഞെളിയാൻ. ഇവനു തലയിലൊരു മറുകു മറുകിലൊരു മറുദയം അവളുടെ കറുകയുമലകണ പാവം പണ്ടിവൻ അപ്പിലായതും ആരോ പറയണ മൂപ്പര് എളിയ ബാലവിടെ. അഞ്ചു കണ്ണനല്ല മിഴി ചെമ്പരത്തിയല്ല. ഓഹോ chorus good, താങ്ക് യു very nice റൈക്ക. ബ്യൂട്ടിഫുൾ. താങ്ക് യു. റൈക്ക കുട്ടി ഓ എന്ത് രസമാ പെർഫോമൻസ് കാണാൻ. താങ്ക് യു. റൈക്ക നല്ല എൻജോയ് ചെയ്തിട്ട് പാടുന്നത് എനിക്കിവിടെ കാണാനുണ്ടായിരുന്നു. താങ്ക് യു. മിടുക്കി കേട്ടോ. താങ്ക് യു. എത്ര ദിവസം എടുത്തു ലിറിക്സ് പഠിക്കാൻ? അത് നിറയെ നേരം എടുക്കല എനക്ക്. எடுக்கலையா? ஆ, இல்ல. ஏதே இது கொஞ்சம் டஃப் தானே இதோட லிரிக்ஸ், நல்ல ஸ்பீடா வருது. ஆமாம், எனக்கு அந்த இவனு தலையில் ஒரு அது கொஞ்சம் டைம் எடுத்தது. அப்படியா? ஆனா അനുപലവിയിലെയും ചരണത്തിലെയും അത്ര എടുക്കല, ഏനാ ഇവന് തലയിൽ ഒരു പഠിച്ചതുനാല. ஓ ഓക്കേ, இன்டெலிஜென்ட். அதனால இது வந்தது, இதனாலே அது வந்தது. கரெக்ட். ஆமா. எஸ். ரைக்க பேபி, ஆ, உன்னோட பிரெத் ரொம்ப இம்ப்ரூவ் ஆயிருக்கு. thank you. കുറച്ച് സ്ഥലത്ത് ഒരു
സ്ലിപ്പ് ചെറുങ്ങനെ സ്ലിപ്പ്, കുറച്ച് പിച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും മൊത്തത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ദാറ്റ് വാസ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഫോർ സോങ്. താങ്ക് Yeah. യു ഒരു സോങ് ഒരു ആറ്റിറ്റ്യൂഡ് വേണമല്ല, ആ. അത് கரெக்டா இருக்கு. താങ്ക് യു. பின்ன வந்து வால் எப்படின்னு சொல்லல, ம். வால் இங்க இருக்கும் எங்க இது. அது வால் இருக்கா? ഇമാജിനറി இமேஜினரி வால் தானா? ஓகே. அப்ப நான் ஐ தாட் யூ ஹேட் a tail. இல்ல இல்ல இல்லையா? இல்ல இல்ல. ஓகே ஓகே. தென் ஓ ஜாதகம் ஆ. சூப்பரா இருக்கு. താങ്ക് യു. ഫെയറിറ്റെൽ பால்குடம் சூப்பரா இருக்கு. താങ്ക് യു. இனி ஒரு சின்ன சஜஷன் சொல்றது என்ன, அரியும் மலருமெடு புதிய புடவையெடு, அகிலின்னு புகையெடு, தகிலின்னு செவிக்கொடு, இல்லையா? ஆமா. அது வந்து கொஞ்சம் கூட த்ரஸ்ட்ல பாட முடியுமா? അരികു മലരമെട് പുതിയ പുടവയിട്, അകിലിനു പുകയെട് അകിലിനു പുകയെട് തകിലിനു ചെവികൊട് അഞ്ചു കണ്ണനല്ല. கொஞ்சம் கூட எனர்ஜி வேணும். അരികു മലരുമെട് പുതിയ പുടവയിട്, അകിലിനു പുകയെട് തകിലിനു ചെവികൊട് അഞ്ചു കണ്ണനല്ല. ஒரு கிராண்ட் ஃபினாலே மாதிரி இருக்கணும் அது. ഓക്കേ. ஒரு இடத்துல இல்ல, அந்த ஃபர்ஸ்ட் சரணத்து கூட இருக்குல்ல, அந்த மாதிரி ആ ആമാ ஃபர்ஸ்ட் பல்லவியில இருக்குல்ல, ആമാ. அது தீம் மாதிரி இல்ல, ம். அந்த ஏரியால வந்து கிருத்தியமா அந்த எனர்ஜி வரணும். ഓക്കേ. அப்பதான் அது கரெக்டா அந்த ஆட்டிடியூட் வரும். பாக்கி இடத்துல எல்லாம் கொஞ்சம் கொஞ்சம் ஸ்ருதி ஸ்லிப் இருக்கு, ம். பரவாயில்ல. ഓക്കേ. ரொம்ப நல்ல ஒரு ஜேர்னி ராய்காக்கு. Yes. താങ്ക് യു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ. താങ്ക് യു. എക്സാക്ട്ലി. ദാറ്റ് ഇസ് വെരി ഗുഡ്. താങ്ക് യു. ടോപ്പ് സിംഗർ പഴയ ടോപ്പ് സിംഗർ അല്ല, റൈക്ക ബേബി പഴയ റൈക്ക ബേബി അല്ല, മനസ്സിലായില്ലേ? ഓ അത് കൊള്ളായിരുന്നു. ഇതാരായിരുന്നു? താങ്കൾക്ക് എന്നെ മനസ്സിലായില്ല തോന്നുന്നു. ഒന്ന് ഒട്ടിച്ചു വെക്കണം. ആരാണ്? മമ്മൂക്കയാണോ? അല്ലേ? മമ്മൂക്ക. ആണോ? എന്ന് വേണേലും പറയാം. എന്തായാലും പറയാം. അപ്പൊ എന്തായാലും റൈക്ക കുട്ടി വളരെ നന്നായിട്ട് പാടി. ഇന്ന് താങ്ക് യു. നേരത്തെ പാടിയിരുന്നതിനേക്കാൾ ഒരു ചേഞ്ചസ് ഞാൻ കാണുന്നുണ്ട്, പല ചേഞ്ചസും. താങ്ക് യു. பல இடமும் ரொம்ப சூப்பரா வந்தது, சூப்பரா பாடினீங்க. താങ്ക് യു. அனுபல்லவி ம். பிஜி ஸ்டார்ட் பண்ணது, பிஜிக்கு அப்புறம் இந்த அனுபல்லவி ஸ்டார்ட் பண்ணீங்கல்ல, ம். ஈ வழிகளில், ஆ. அது கொஞ்சம் ஸ்ருதி ആ உங்களுக்கு എനിക്ക് புரிஞ்சுதா? ആ മനസ്സിലാച്ചു. മനസ്സിലാச்சா? அந்த வாய்ஸ் எல்லாம் ரொம்ப ஓப்பனா வந்துட்டு இருக்கு, இப்ப ரொம்ப பிரைட்டா வந்துட்டு. താങ്ക് യു. சூப்பர், താങ്ക് യു. நைஸ். റൈക്ക കുട്ടിക്ക് it is 98.5 out of 100 today. താങ്ക് യു. അഞ്ചു കണ്ണനല്ല, മിഴി ചെമ്പരത്തിയല്ല. റൈക്ക ബേബി സൂപ്പറായി പാടി. അടുത്ത വട്ടം അടിപൊളിയായി പഠിച്ച് 100 മേടിക്കണം. ഓക്കേ. ഓക്കെ, ടാറ്റാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മായാവിയല്ല മറയാൻ. മധു അങ്കിൾ, ഓ കഴിഞ്ഞ കുറച്ച് പെർഫോമൻസസ് ആയിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ വരാൻ പോകുന്നത്. എനി ക്ലൂ? ദിയാ. Yes. അതെ, നമ്മളെ ഇന്ന് എന്തൊക്കെ മാജിക് കാണിച്ചായിരിക്കും ഞെട്ടിക്കാതെ നമുക്ക് നോക്കാം അല്ലെ? വിളിക്കട്ടെ? Ready. യെസ്. സോ ലെറ്റ്സ് വെൽക്കം ദിയ രജിത്ത് ഓൺ സ്റ്റേജ്. എന്തിനുള്ള പുറപ്പാടാണ് ആവോ? ഹലോ. മധുരമഴ പെയ്യിക്കാനോ 5 സ്റ്റാർ വാങ്ങിക്കാനോ? അതെ, ഇന്ന് എന്തോ മാജിക് ആയിട്ടാണ് ആള് അതെ, വന്നിരിക്കുന്നത്. നല്ല ഉടുപ്പ് ദിയ കുട്ടി, സുന്ദരിയായിരിക്കുന്നു. ഇവിടെ നമ്മുടെ മജീഷ്യൻ ആണല്ലേ, യെസ്. പാട്ടിന്റെ മജീഷ്യൻ ആണ് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ. വളരെ അഭിമാനമുള്ള കുറെ പെർഫോമൻസസ് നമുക്ക് ഇപ്പൊ തന്നെ ദിയക്കുട്ടിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻസ് അങ്ങ് ക്ലൗഡ് 9-ലാണ്. അതെ. സെലക്ട് ചെയ്യുന്ന പാട്ടുകളും അങ്ങനത്തെയാണ്. അതെ. ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ആദ്യ വസന്തമേ. യെസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു ആദ്യ വസന്തം വന്നത് കേട്ടോ. ടോപ്പ് സിംഗറിന്റെ ഒരു വസന്തം തന്നെ വന്ന്. നമ്മളിവിടെ ടോപ്പ് സിംഗറിൽ അവതരിപ്പിക്കുന്ന എല്ലാം ഒറിജിനൽസ് ആണ്, റീടേക്ക് ഇല്ല, Yes. വേറെ പരിപാടികളില്ല, മെലഡൈൻ ഇല്ല, ഒന്നുമില്ല. അതെ. കുഞ്ഞുങ്ങൾ എങ്ങനെ പാടുന്നു അത് തന്നെ അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ മാജിക്കലായിട്ട് പാടുമ്പോഴത്തേക്കും വലിയ അത്ഭുതം തോന്നുന്നതും നമ്മൾ എണിച്ചു നിന്ന് കൈയടിക്കുന്നതും. അങ്ങനെയാണ് അത് അൺബിലീവബിൾ എന്നൊക്കെ പറയുന്നത്. അത് ഇവിടുന്ന് വരുന്ന വാക്കുകളാണ്, അല്ലാതെ അഭിനയമല്ല. പിന്നെ എന്റെ പാട്ട് നല്ലോണം കേൾക്കാൻ പാടണം. വേണ്ടിയിട്ട് ആണോ? എന്റെ നാട്ടിൽ നിന്ന് എന്റെ വീടിനടുത്തുള്ള അച്ഛന്റെ ഫ്രണ്ട്സും ആണോ? ഫ്രണ്ടും പിന്നെ ഫാമിലി വന്നിട്ടുണ്ട്. ആണല്ലേ? ഹലോ. ഒരു കുഞ്ഞുകൂട്ടമുണ്ടല്ലോ അവിടെ. ഇത് അജിനേന്റി ഏറ്റവും എന്താ അജിനിയ? അജിന. അജിന. അജിന ഓക്കെ. ആന്റി. അജിന വിനയ വിനയ. Hi. ഓക്കെ. നിയ നിയ. നിയ. നിയ നിയ. നിയ. നല്ല പേരാണ്. ആരാധ്യ നല്ല പേരാണ്. എല്ലാം യാ 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 യാ. യെസ്. പ്രമോദ്. അപ്പൊ നമുക്ക് വിഷ്ണു ലോകത്തേക്ക് പോയാലോ? പോകാം.
ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ? ആദ്യ വർഷമേ തളിരിലെത്തും ഒരു മോഹബിന്ദുവായി പൊഴിയുമോ? ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ? ഏഴഴകുള്ളൊരു വാർമയിൽ പീഡതൻ സൗഹൃദ പീലികളോടെ. ഏഴഴകുള്ളൊരു വാർമയിൽ പീഡതൻ സൗഹൃദ പീലികളോടെ. മേഘപടം തീർത്ത് വിണ്ണിലാക്കൊമ്പിലിൽ മേഘപടം തീർത്ത് വിണ്ണിലാക്കൊമ്പിലിൽ സാന്ത്വന നാളങ്ങളോടെ. ഇതിലേ വരുമോ? ഇതിലേ വരുമോ? രാവിന്റെ കവിളിലെ മിഴിനീർ പൂവുകൾ പാരിജാതങ്ങളായി മാറാം. ആദ്യ വസന്തമേ ഈ മോഹവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ? സന്ധ്യ തൻ ചിപ്പിയിൽ വീണൊരു വൈഡൂര്യരേണുവെ പോലെ. പൊന്നുഷ സന്ധ്യ തൻ ചിപ്പിയിൽ വീണൊരു വൈഡൂര്യരേണുവെ പോലെ. താരിളം കൈകളിൽ ഇന്ദ്രജാലങ്ങളാൽ താരിളം കൈകളിൽ ഇന്ദ്രജാലങ്ങളാൽ മംഗള ചാരുതയേകാ. ഇതിലേ വരുമോ? ഇതിലേ വരുമോ? ആണയുമീ ദീപത്തിൻ പ്രാണാകുരങ്ങളിൽ സ്നേഹതന്തുക്കളായലിയാ. ആദ്യ വസന്തമേ ഈ മോഹവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ? ആദ്യ വർഷമേ തളിരിലെത്തും ഒരു മോഹബിന്ദുവായി പൊഴിയുമോ? ഇവിടെ എന്തോ ആദ്യമായിട്ട് ഞാനൊരു ഫീഡ്ബാക്ക് ചോദിച്ചോട്ടെ. നമ്മുടെ നിയ ആരാധ്യ രണ്ടിടത്തും ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയേനു, അടിപൊളി. ആ, നല്ലുണ്ടേനു, ഇഷ്ടായി. നല്ല ഉണ്ടായിരുന്നു. നല്ല ഉണ്ടേനു, ഇഷ്ടായി. 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 എനിക്കും ഇഷ്ടായി. Thank you, sir.
നമുക്കും ഇഷ്ടായി. അതെ നമുക്കും അതെ. എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടായി അതെ. നല്ല ഉണ്ടേനു. എനിക്ക് തോന്നുന്നു ഈ ദേശ് എന്ന് പറഞ്ഞ രാഗത്തിനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം നീലക്കുറിഞ്ഞുകളുമായിട്ട് നേരത്തെ വന്നു, അത് രവീന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പൊ ഇത് രണ്ടാമത്തെ ദേശാണ് കേൾക്കണേ ദിയണെന്ന്. ദിയക്ക് അത് കറക്റ്റ് ആയിട്ട് ചേരുന്നുണ്ട്. അതിന്റെ അതെ, അതെ, മൂവ്മെന്റ്സ് ഒക്കെ ആ. ഈ വോയിസിൽ വരുമ്പോഴത്തേക്കും വളരെ പ്ലസന്റ് ആയിട്ടും നല്ല രീതിയിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന എന്തൊക്കെയോ ഇമോഷൻസ് നമുക്ക് ഈ മുല്ലപ്പൂവിന്റെ വാസന പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അത് സഭാഷാണ്. താങ്ക് യു സർ. ഇന്നത്തെ പെർഫോമൻസിൽ മറ്റു പെർഫോമൻസസ് നിന്നും വ്യത്യാസമായിട്ട് ഞാൻ കാണുന്ന ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ട്. ഇപ്പൊ തുമ്പിൽ എന്ന് പാടില്ലേ, അതെങ്ങനെയാ പാടിയ അതില് നീത പമഗരി സനി, അത് ഓരോ നോട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. തുമ്പിൽ ആ, തുമ്പിൽ ആ, തുമ്പിൽ അത് കറക്റ്റ് ആയിട്ട് വന്നാൽ ആണ് ഈ പാട്ട് നന്നാവുക, സംശയമില്ല. ഇപ്പൊ മാഷുണ്ടായിരുന്നെങ്കിൽ മാഷിനോട് ചോദിക്കായിരുന്നു, മാഷ ഈ തുമ്പിലിന് എന്തിനാണ് ഇത്ര അധികം സംഗതി എന്ന് ചോദിക്കാം. പാവം, അതുകൊണ്ടല്ലേ ദിയക്കുട്ടിക്ക് അവിടെയൊക്കെ കഷ്ടപ്പാട് വരുന്നത്. അങ്ങനെ ദിയക്കുട്ടിയെ കഷ്ടപ്പെടുത്താമോ? തളിരിലെ തുമ്പ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീണ് ഭയങ്കര കിടക്കില്ലേ, ബ്യൂട്ടിഫുൾ ആണത്. അതുകൊണ്ട് അതെ, അതെ. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തായിരിക്കും ചിലപ്പോ. മാഷ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇങ്ങനെ ഇല്ല, എനിക്ക് ഇമാജിൻ ചെയ്യുമ്പോ അങ്ങനെ വരണേ, തളിരില ഇങ്ങനെ. സത്യമാണ്. അതാടാ, ആ തുമ്പിൽ അത് വന്നില്ലെങ്കിലാണ് ബുദ്ധിമുട്ട് അല്ലേ? ആ തുമ്പിൽ സംഗതി വേണം. അപ്പൊ സംഗതി എവിടെയാണോ വേണ്ടത്, അത് ഏത് രീതിയിലാണോ വേണ്ടത്, ആ രീതിയിലാണ് മാസ്റ്റർ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ദിയക്കുട്ടി പാടാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട 3 ഇടങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് മേഘപടം. അതെങ്ങനെയായിരുന്നു? മേഘപടം തീർത്ത് വെണ്ണിലാക്കുമ്പിളിൽ എപ്പോഴും രണ്ടാമത് പാടാൻ പറയുമ്പോഴത്തേക്കും ആദ്യം പാടി പോലെ വരാറില്ല. ഇനി അടുത്ത സംഗതി മേഘപടം തീർത്ത് ഈ സംഗതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പാടിയപ്പോ. ആ ടേക്കിൽ നന്നായിരുന്നു. പിന്നെ രാവിന്റെ കവിളിലെ എന്ന് പാടിയില്ലേ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. പിന്നെ ആ വൈഡൂര്യം എന്ന് പാടിയപ്പോഴത്തേക്കും അതിലിങ്ങനെ ഒരു പ്രത്യേക ഒരു ഡൈനാമിക്സിൽ പാടിയില്ലേ, അതെങ്ങനെയായിരുന്നു? അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ, അത് ഭയങ്കര, അത് വൈഡൂര്യം പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ ഒഴുകി നമ്മളെയും ഒഴുക്കി കൊണ്ടുപോയി. ഇനി വരാൻ പോകുന്ന നല്ല നാളുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, കാതോർക്കാം, അല്ലേ ദിയക്കുട്ടി? കണ്ണുമറ്റിരിക്കാം. അതെ, എന്തായാലും വളരെ മധുര മനോഹരമായി പാടി. താങ്ക് യു സർ. അപ്പൊ ഇന്നിപ്പോ എന്തോ കുറച്ച് നിർഭാഗ്യവശാൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ലിപ്സ് ഉണ്ടായി. പ്രത്യേകിച്ച് എനിക്ക് വലിയൊരു സ്ലിപ്പ് തോന്നിയത് ഇന്ദ്രജാലങ്ങളാൽ. Yes, yes, yes. അത് കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടും. സിമ്പിൾ. യെസ്, അപ്പൊ അതൊന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് വരണം തോന്നി. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബാക്കിയെല്ലാം വളരെ 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 മനോഹരമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ MJ അങ്കിൾ പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കുറച്ച് ഭാഗങ്ങളിൽ മേഘപടം തീർത്ത, അതെ, മേഘപടം, അതൊക്കെ അനുപല്ലവി, നല്ല നല്ല രസമുണ്ടായിരുന്നു ഭംഗി. കേൾക്കാൻ. കുറെ ദിയക്കുട്ടിയുടേതായിട്ടുള്ള കുറെ സിഗ്നേച്ചേഴ്സ് ഉണ്ട്. വെരി ഗുഡ്. താങ്ക് യു അപ്പൊ സർ. നമ്മൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു അടുത്ത തവണ, അടുത്ത വരവിലെല്ലാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് ദിയക്കുട്ടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയട്ടെ, വേണമെങ്കിൽ ഈ റൗണ്ടില് ദിയക്ക് സിമ്പിളായി പൊട്ടുപോലെ പാടാൻ പറ്റുന്ന പാട്ട് അവർക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ദിയ ഇസ് ചൂസിങ് ടു ചാലഞ്ച് ഹെർസെൽഫ്, which is the best thing that you are doing. ദിയോട് അത് മത്സരിക്കണം. അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പെർഫോമൻസ് ദിയ സ്വയം ഒരു ചാലഞ്ചായി എടുത്ത് അടുത്ത പാട്ടിന്റെ സെലക്ഷൻ അവർക്ക് എവിടെയാണോ ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും എന്ന് തോന്നുന്ന പാട്ടുകളാണ് ദിയ ചൂസ് ചെയ്യുന്നത്. അമേസിങ്. അത് ഒരു സംശയമില്ല ദിയക്കുട്ടി. എനിക്ക് അതാണ് എനിക്ക് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് ദിയയുടെ പെർഫോമൻസിൽ തോന്നിയത്. ഓക്കെ, അപ്പൊ കീപ് ഗോയിങ്. ഇതുപോലെ ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകൾ, ചലഞ്ചിങ് അല്ലാത്ത പാട്ടുകളും പാടണം, ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകളും പാടണം. സോ കീപ് ഡൂയിങ്, കീപ് പ്രാക്ടീസിങ്. മിടുക്കി. സോ ദിയക്കുട്ടിക്ക് ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് 98.75 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അപ്പൊ അടുത്ത വട്ടം മാജിക് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആണ്. വലിവായി ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മുടെ നിയക്കുട്ടിയും ആരാധ്യയും നമുക്ക് നമ്മുടെ ദിയയ്ക്ക് കൊടുക്കുകയാണ്. അത് ഞാൻ ഇപ്രാവശ്യത്തെ ബ്രേക്കിന് പോയപ്പോ എനിക്കൊരു ഡിവോഷണൽ സോങ് പാടാനുള്ള ഒരു അവസരം കിട്ടി. സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ ആദ്യമായിട്ടാണ് പാടുന്നത്. മ്യൂസിക് ചെയ്തത് മാനവേദം മാഷാണ്, ലിറിക്സ് എഴുതിയത്
ചന്ദ്രനങ്കിളാണ്. ആഹാ. ഭയങ്കര സന്തോഷം, ആദ്യമായിട്ടാണല്ലോ പാടുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതെ ഇതിന് റിലീസ് ആവുമ്പോ പാടുന്ന പാട്ടുകളെല്ലാം ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. വളരെ സന്തോഷം. താങ്ക് യു സർ. ബൈ. ബൈ ബൈ. കൂട്ടുകാരെ, നമുക്ക് അടുത്തതൊരു പെർഫോമൻസ് കണ്ടാലോ? യെസ്, കുറച്ച് വർണ്ണ കാഴ്ചകൾ. അതെ, റെഡി അല്ലേ? റെഡിയാണോ? യെസ്, സോ ലെറ്റ്സ് വെൽക്കം ആവണിക്കുട്ടി ഓൺ സ്റ്റേജ്. കൊടുങ്ങല്ലൂരമ്മയോ? ഞാൻ തെയ്യത്തിന്റെ കൂടത്തിൽ ഒരു അടിപൊളി പെർഫോമൻസ് ചെയ്യാൻ വന്നതാ. ആണോ? തെയ്യത്തിന്റെ കൂടെ അസാധ്യം. താങ്ക് യു സാർ. എന്നിട്ട് തെയ്യം ഉണ്ടോ കൂടെ? ആ ഉണ്ട്. ഉണ്ടോ? ആഹാ. ശരിക്കും ഒരു ദേവിയെ പോലെ ഉണ്ടല്ലേ? അതാണ് കണ്ണാങ്കിയാണോന്ന് ചോദിച്ചത്. അടുത്ത ഗാനം 2000 റിലീസ് ചെയ്ത വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിൽ ശ്രീ യൂസഫ് അലി കച്ചേരി എഴുതി ശ്രീ മോഹൻ സിത്താര സംഗീതം നൽകി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട KS ചിത്രമ്മ പാടിയ ഗാനമാണ് ഇവിടെ നമ്മുടെ ആവണി പാടാൻ പോകുന്നത്. ഗാനമഞ്ജരിയിൽ അടുത്ത ഗാനം. ഗാനമഞ്ജരിയിൽ അടുത്ത ഗാനം മൂന്നാം തൃക്കണ്ണിൽ. മൂന്നാം തൃക്കണ്ണിൽ. ഇപ്പോൾ നിങ്ങൾക്കായി ആലപിക്കുന്നത് ഗാനകോകിലം പ്രശാന്ത് കുമാർ ആവണി. വരിക നിരൂപിച്ച കാര്യവും സാധിച്ച് ഞാൻ ചൊല്ലും തോറ്റത്തെ കേട്ട് കോലത്തെ കണ്ട് ഗുണദോഷത്തെ ഉരിയാടിച്ചു പിരിഞ്ഞുകൊള്ളുവാൻ പോന്നു വരിക വേണോ കുളിയൻ ദൈവമേ. മൂന്നാം തൃക്കണ്ണിൽ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കൈയുകളിൽ കാലൻ പിടയും വേലില്ലേ, മൂന്നാം തൃക്കണ്ണിൽ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കൈയുകളിൽ കാലൻ പിടയും വേലില്ലേ, സങ്കടമെല്ലാം തീർക്കേണം ശങ്കര ഭഗവാനേ, ബാധകളെല്ലാം നീക്കേണം ഭൂതി വിഭൂഷണനെ, അണയൂ സാംബ സദാശിവനെ, അണയൂ സാംബ സദാശിവനെ. മൂന്നാം തൃക്കണ്ണിൽ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കൈയുകളിൽ കാലൻ പിടയും വേലില്ലേ. അന്തകനകലേണം ഞങ്ങൾക്ക് അഭയം നൽകേണം, കണ്ണീർ മാറ്റേണം ഞങ്ങൾക്ക് അന്നം നൽകേണം, ഗണനായകനും ഗിരിജാദേവിയുമായണയോ, ഗണനായകനും ഗിരിജാദേവിയുമായണയോ, സർപ്പവിഭൂഷണ രുദ്രമഹേഷ വിഭോ വിഭോ. മൂന്നാം തൃക്കണ്ണിൽ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കൈയുകളിൽ കാലൻ പിടയും വേലില്ലേ.
ദാഹം മാറ്റാനായി ഞങ്ങൾ രക്തം നൽകാമേ, മാറിൽ ചൂടാനായി തലയോട്ടികൾ നൽകാമേ, ഭൂതഗണങ്ങളിൽ മുൻപൻ ഗുളികനുമായണയൂ, സങ്കട സംഹര ശങ്കര ഭഗവാനേ, സങ്കട സംഹര ശങ്കര ഭഗവാനേ, 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 ഭഗവാനേ. മൂന്നാം തൃക്കണ്ണിൽ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കയ്യുകളിൽ കാലൻ പിടയും വേലില്ലേ. ആഹാ. ആഹാ. വെരി നൈസ്, വെരി നൈസ്, വെരി ഗുഡ്. എല്ലാവരും കളിക്കും, എല്ലാവരും കളിക്കും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഏത് ലോകത്തിലാണ്. ഇവിടെ വേറൊരു ലോകമാണ്, മൊത്തം വേറൊരു ലോകം. അത് സൃഷ്ടിച്ചിട്ടുള്ള ഓരോ കലാകാരനും പ്രത്യേകിച്ച് നമ്മുടെ നമസ്കാരം കേട്ടോ. ആവണിക്കുട്ടി, എന്തോ സാർ? മൂന്നാം തൃക്കണ്ണിൽ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കയ്യുകളിൽ കാലൻ പിടയും വേലില്ലേ, സങ്കടമെല്ലാം തീർക്കേണം ശങ്കര ഭഗവാനേ. ഞാനിങ്ങനെ മുത്തപ്പൻ സ്വാമിയെ കാണാൻ പോയത് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും അങ്ങനെ സംസാരിക്കാറുണ്ട് പലപ്പോഴും. പോയിട്ടുണ്ടോ ആവണിക്കുട്ടി? പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ പോയിട്ടില്ല. ഇനി പോണം കേട്ടോ. ആ. പറശ്ശിനിക്കടവിൽ പോയി ആ, ആ അനുഗ്രഹം വാങ്ങണം കേട്ടോ. ആ. അതിന്റെ മുന്നോടിയാണെന്ന് തോന്നുന്നു ഇത്രയും സൗന്ദര്യമാർന്ന ഒരു പെർഫോമൻസ്. താങ്ക് യു സാർ. ദൈവാധീനം കൂടി ഉണ്ട്. അതുപോലെ കുഞ്ഞിന്റെ ബാധ മാറിയില്ലേ? തെയ്യം വന്നത് തീർത്തു തന്നില്ലേ? അപ്പൊ എല്ലാവർക്കും സുഖമാണ് അവിടുന്ന് നൽകുന്നത്. അതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതുപോലെ ഞാൻ പെർഫോമൻസസ് കണ്ടിട്ടില്ല. അതിന് പ്രത്യേകിച്ചും നല്ല ഒരു കൂട്ടത്തിനെ ഇവിടെ കൊണ്ടുവന്ന് വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചതിന് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ രാകേഷിന് ഒരു വലിയൊരു അപ്രീസിയേഷൻ പറയാം. പിന്നെ നമ്മുടെ പൂജാരി അദ്ദേഹം നന്നായിട്ട് അത് ഇനാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഒന്ന് പറയാമോ? പ്രേംകുമാർ എന്നാണ് സാറേ. അവിടെ അങ്ങനെ ഒരു ആള് തന്നെയാന്ന് വിചാരിച്ചേ. താങ്ക് യു സാർ. അത് വളരെ ഗംഭീരമായിരുന്നു. പിന്നെ മേളക്കാരെല്ലാവരും കൂടി അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാം. ആ തുടക്കത്തിലുള്ള മേളവും എല്ലാം ഗംഭീരമായിരുന്നു. കുടുംബക്കാരെല്ലാരും ഉണ്ട്, കരക്കാരുണ്ട്. നമ്മുടെ തെയ്യം, അദ്ദേഹത്തിന്റെ പേര്? എന്റെ പേര് ജിനു പിറവം. ജിനു, ഒരു വലിയ നമസ്കാരം ഉണ്ട് കേട്ടോ. അതെ. നാടൻ പാട്ട് കലാകാരനാണെന്ന് എനിക്കറിയാം. സാറേ, എനിക്കൊരു സ്വന്തമായിട്ടൊരു സമിതിയുണ്ട്. ആൻഡവൻസ് പിറവം എന്നാണ് എന്റെ സമിതിയുടെ പേര്. ഓ, ആണ്ടവൻസ് പിറവത്തിന് നമ്മുടെ എല്ലാ ആശംസകളും. അതെ, അത് അതിഗംഭീരായിരുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി വേണ്ട രീതിയിലാണ് അദ്ദേഹം ഇതിനകത്ത് ഇനാക്ട് ചെയ്തിരിക്കുന്നത്. ആ പാട്ടിനെ ബാധിക്കാത്ത രീതിയിൽ, കുഞ്ഞിനെ ബാധിക്കാതെ അതിന്റെ ഇടയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് നടത്തി. അത് കാണാനായിട്ട് ഭയങ്കര മനോഹരമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ പാടിപ്പിച്ചില്ലേ, അതാണ് നമ്മുടെ കുഞ്ഞ് ഇതുവരെ പാടിയിട്ടുള്ളതിൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് പെർഫോമൻസ്. അതെ. ഗണനായകനും ഗിരിജാദേവിയുമായണയോ, ഗണനായകനും ഗിരിജാദേവിയുമായണയോ. അത് എല്ലാവരും കൂടെ കൂടിയപ്പോഴാണ് അതുണ്ടായത്. അപ്പൊ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് അതാണ് കുടുംബം എന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മുടെ സംഗീത കുടുംബത്തിൽ ഇവരും നമ്മുടെ ഭാഗമായി എന്നുള്ളതാണ്. അപ്പൊ ആ ദൈവികത ഇവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ചില കൊറിയോഗ്രഫികൾ ഉണ്ടായിരുന്നല്ലോ. തൃക്കണ്ണ് വരുമ്പോ തൃക്കണ്ണിൽ അല്ലേ, ഇങ്ങനെ വന്നു. പിന്നെ മുടി, അത് കൊള്ളായിരുന്നു കേട്ടോ. അയ്യോ, അത് എത്ര നേരമായി പ്രാക്ടീസ് ചെയ്യുന്നറിയോ? പ്രാക്ടീസ് ചെയ്യണു പാവം. അത് കൃത്യമായിട്ട് വന്നു പെർഫോമൻസിൽ. താങ്ക് യു സാർ. പിന്നെന്താ, നമ്മുടെ കുഞ്ഞ് എന്തൊരു സുന്ദരിയായിരിക്കുന്ന അവിടെ. അതെ. എല്ലാം കൂടെ ഒരു അഭൗമമായിട്ടുള്ള ഒരു സൗന്ദര്യമുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് മാറി. താങ്ക് യു സാർ. നമ്മുടെ കുഞ്ഞിന്റെ പേരെന്താണ്? എന്റെ പേര് നക്ഷത്ര. നക്ഷത്രം തന്നെ കേട്ടോ.
കുഞ്ഞുങ്ങളുടെ അമ്മയുടെ പേര്? എൻ്റെ പേര് മായ. നമസ്കാരം. ശാന്തി. വന്നിട്ടുണ്ട്, നേരത്തെ വന്നു. ദിനീപ. നമ്മുടെ കുഞ്ഞ് ജാൻവിക. ജാൻവിക UKG പഠിക്കുകയാണ് കേട്ടോ. ആണോ? അല്ലേ? നമ്മുടെ മേളക്കാരെ ഒന്ന് പരിചയപ്പെടാം, പേരുകളൊക്കെ അറിയാം. എൻ്റെ പേര് ദിലീപ് പിറവം. ശരത്ത് പിറവം. അനുരാജ് പിറവം. അശ്വിൻ പിറവം. സച്ചിൻ പിറവം. ജെയിംസ് പിറവം. എല്ലാവർക്കും ഒരു വലിയൊരു നമസ്കാരം. തീർച്ചയായിട്ടും. ഈ കണ്ണൂര് നമ്മൾ പോകുമ്പോഴത്തേക്കും പല ഗുളിക സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ണൂർ പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഞാൻ വഴിയിൽ ഒരിടത്ത് ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ തന്നെ എടുത്തിട്ട് അതെൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ അത് റിലീസ് ചെയ്യണ്ടായി. അത് ഇവിടെ കാണാം. അവിടെ പോയതുപോലെയാണ് എനിക്കിപ്പോ തോന്നിയത് ഇവിടെ നിന്നപ്പോഴത്തേക്കും. ശരിക്കും ഫീൽ എന്ന് പറഞ്ഞത്. ഇനി ഒരു കൊതിയുള്ള ഒരു കാര്യം പറയാം. അവസാനം ഒരു സംഗതി പാടിയില്ലേ, അത് ഒന്നുകൂടെ പാടി. ഹമ്മിങ് അല്ലേ? സബാഷ്. സൂപ്പർ സൂപ്പർ. താങ്ക് യു സർ. പിന്നെ നമ്മുടെ സുഷ്യന്റെ ആദ്യത്തെ അതെ. സോറി സാർ, ഇവര് പെട്ടെന്ന് Sorry sir. Sorry sir. സത്യമായിട്ട് ഇപ്പൊ വരി കൊണ്ട് വന്നതാ. സുഷ്യ ഒരു കാര്യം പറയാം, ഇതിനേക്കാളും ഒരിക്കലും നന്നാക്കാൻ പാടില്ല. അതെ, അതിങ്ങനെയാണ് പാടുള്ളൂ. അതിങ്ങനെയാ വേണ്ടത്. ഒന്നുകൂടെ കേൾക്കാമോ അത് സുഷേ? ഒന്നുകൂടെ കേൾക്കണം. ആ ശബ്ദം ഇല്ലേ, സുശാന്തന്റെ ശബ്ദം പെർഫെക്റ്റ്. യെസ്. വരിക നിരൂപിച്ച കാര്യവും വീരവും സാധിച്ച് ഞാൻ ചൊല്ലും തോറ്റത്തെ കേട്ട് കോലത്തെ കണ്ട് ഗുണദോഷത്തെ ഉരിയാടിച്ചു വിരിഞ്ഞ് കൊള്ളുവാൻ പോന്നു വരിക വേണോ പുളിയൻ ദൈവമേ. താങ്ക് യു. വെരി നൈസ്, വെരി നൈസ്. സുശാന്തേട്ട എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മന്നപ്പൻ തെയ്യം കാണാൻ പോവാറുണ്ട് വീട്ടിൽ നിന്ന്. അപ്പൊ രാവിലെ ഒരു 3 മണി 3:30 ആ സമയത്ത് എണീറ്റ് പോയാൽ ഇതുപോലെ പാട്ട് കേൾക്കാം. ഇതേ ശബ്ദമാണ്, ഇതുപോലെ തന്നെയാണ് കേൾക്കാൻ വേണ്ടി. എനിക്ക് ശരിക്കും എന്നെ വീട്ടിൽ കൊണ്ടുപോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സെറ്റ് മുഴുവനായിട്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം. ഞങ്ങള് തറവാട്ട് കാവിൽ ഇപ്പൊ ജസ്റ്റ് ഒരാഴ്ച ആയിട്ടുള്ളൂ കഴിഞ്ഞത്. അതെ അതെ തോറ്റം ചൊല്ലൽ എന്ന് പറയുന്നത്. അതെ, തോറ്റപ്പാട്ട്. അതെ അതെ. അപ്പൊ കേട്ട് പരിചയമുണ്ട്. അല്ല, ആ അനുഭവം ഉണ്ട് പാട്ടില്. അതെ അതെ, തീർച്ചയായിട്ടും. അനുഭവമാണ് പാട്ടിനെ പാട്ടാക്കുന്നത് എന്നുള്ളത്. അത് ആവണിക്കുട്ടി, എന്താ ചേച്ചി? ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് കേട്ടോ. ഇത്രയും എഫേർട്ട് എടുത്ത് ഇവരെല്ലാം ഇവിടെ വന്ന് അച്ഛനും അമ്മയും ഒക്കെ എന്താ പറയാ, നല്ല സപ്പോർട്ട്. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ്, ഒരു വലിയ കയ്യടി അവർക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കൂടെ പറഞ്ഞ പോലെ എല്ലാവരും, ഇവിടുത്തെ ഹോൾ ക്രൂ, ഈ നിൽക്കുന്ന ഓരോ ആളുകളും എല്ലാവരും, നക്ഷത്ര, നമ്മുടെ കുഞ്ഞ്, എന്ത് രസമാണ് കാണാൻ വേണ്ടി. എനിക്ക് വീട്ടിലെത്തിയ പോലെയാ തോന്നുന്നത്. പിന്നെ ഒരു പ്രത്യേകതരം ഒരു ഡിവിനിറ്റി, അതാണ് തോന്നുന്നു കറക്റ്റ് വാക്ക്. ആ ഒരു ഡിവിനിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആവണിക്കുട്ടി അമേസിങ് കേട്ടോ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. എനിക്ക് വേറെ ഒന്നും പറയാൻ തോന്നില്ല. നന്നായി പാടുകയും ചെയ്തു, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുകയും ചെയ്തു. ആവണിക്കുട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ കണ്ടത്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റിയില്ല, എല്ലാവർക്കും കൂടി വേണ്ടി എഴുന്നേറ്റ്. താങ്ക് യു സർ. ഓക്കെ, സൂപ്പർ സൂപ്പർ. എല്ലാവർക്കും, ഞാൻ മാത്രമായിട്ട് എന്തിനാ വേണ്ട നോക്കിയത്? എല്ലാവർക്കും ഇത്
ശരിക്കും പറഞ്ഞാൽ ഒരു ദിവ്യമായിട്ടുള്ളൊരു അനുഭൂതിയെ ഇവിടെ കൊണ്ടുവന്നു. ഒരു ദൈവികമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു മൊത്തത്തിൽ. ഒരു അന്തരീക്ഷം ഇവിടെ കൊണ്ടുവന്നു നിങ്ങളെല്ലാവരും, താങ്ക് യു സർ. എല്ലാവരും കൂടി, സുശാന്ത് അടക്കം. ഞാൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആവണിക്കുട്ടിയുടെ പെർഫോമൻസ് ഇന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സർ. പെർഫെക്ഷൻ വളരെ നന്നായിരുന്നു. ആദ്യം ഒരു അവസാനം വരെ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി. താങ്ക് യു. നമ്മുടെ ആർട്ട് ഡയറക്ടർ സൗമേഷിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇത് മുഴുവൻ ചെയ്തത്. അപ്പോൾ പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. വിസ്താര ടീം ലീഡ് ചെയ്യുന്നത് ശ്രീരാഗ് നീലാംബരിയാണ്. അദ്ദേഹത്തിനും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്തായാലും കൊള്ളാം ആവണിക്കുട്ടി. താങ്ക് യു സർ. ഇന്ന് എന്തായാലും നല്ല ദൈവാധീനം ഉണ്ട് ഉറപ്പായിട്ടും. കേട്ടോ, താങ്ക് യു. അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആവണിക്കുട്ടി, ആവണിക്കുട്ടിക്ക് ഇന്ന് ഒരൊറ്റ മാർക്കാണ്. ഒരൊറ്റ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒറ്റ പറഞ്ഞോ അതന്നെ ഒറ്റ. 100. അതെ അതാണോ? എനിക്കറിയില്ല. 100 ഒരൊറ്റങ്ങനെ ഒരു മധുരമഴ. നീട്ടിയ കൈയുകളിൽ കാലൻ പിടയും വേലില്ലേ, സങ്കടമെല്ലാം തീർക്കേണം ശങ്കര ഭഗവാനേ, ബാധകളെല്ലാം നീക്കേണം ഭൂതി വിഭൂഷണനെ, അണയൂ സാംബ സദാശിവ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആണ്. ആരെ വിളിക്കണ്ടേ അവിടുന്ന്? ആര്യ ചേച്ചി. അപ്പൊ ഞാനാണോ വരണ്ടേ? ആര്യ ചേച്ചി. ഓക്കെ, വെൽക്കം ആര്യ ചേച്ചി. നമ്മുടെ വില്ലി ബൈ ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. എനിക്കിന്ന് ഒത്തിരി സന്തോഷമുണ്ട്. ആവണിക്കുട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തതിൽ സ്പെഷ്യൽ താങ്ക് യു. എന്നെ വീട്ടിലേക്കും കൂടെ കൊണ്ടുപോയതിന് താങ്ക് യു കേട്ടോ. ശരി, ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ടോപ്പ് സിംഗർ വിത്ത് വിഷ്വൽ ട്രീറ്റ് കൊടുന്നേര്. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ ദേവി ഒരു കഥാപാത്രമായിട്ട് ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അതിൽ വേറെ ആരെയും വിളിക്കരുത്. കാസ്റ്റ് ചെയ്യുന്നത് ആവണിയായിരിക്കണം. അതെ. ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.